ഹായ്, ഇന്ന് കണ്ണൻ്റെ ലിസ്റ്റായിട്ട് കോബാർ നെസ്റ്റോയ്ക്ക് പോവുക. കണ്ണിപ്പോൾ ഒതുങ്ങിയിരിക്കണതൊന്നും കാണണ്ട. അവൻ്റെ ഏരിയയിലെത്തി പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിലും പ്രവാസികൾ സന്തോഷിക്കുന്നത് ഷോപ്പിങ്ങിലൂടെ തന്നെയാണ്. എല്ലാം പ്രവാസികളുടെ ഏറെ സന്തോഷം പറയുന്നത് മലയാളികളെ കാണുക തന്നെയാണ്. അത് കാരണം മലയാളി ഷോപ്പുകളിൽ എല്ലാ പ്രവാസികളും കയറി ഇറങ്ങും. വാങ്ങിയില്ലെങ്കിലും ഒരു ദിവസം കയറി കിട്ടുന്ന സന്തോഷം വേറെ. നാട്ടിൽ പോലെയല്ല, ഇവിടെ എല്ലാ വെള്ളിയാഴ്ച എല്ലാവരും ഫാമിലിക്ക് വേണ്ടി സമയം കളയണവരാണ്. ഉള്ളിക്ക് നല്ല വിലക്കമ്മിയാണ്, പക്ഷേ സൗദി ഉള്ളി അതായിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കണം. ഈ സൗദി ഉള്ളിയിൽ നിറയെ വെള്ളം ഉണ്ടാവും, അപ്പോൾ എത്ര വാട്ടിയാലും മതിയാവില്ല. അത് കാരണം കൂടുതൽ അത് എടുക്കില്ല. കണ്ണെന്താ ഇവിടെ ഒരു കുട്ടിയായിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇവിടെ ഞാൻ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ചക്കക്കുരു. ഇവിടെ ചക്കക്കുരു കണ്ടിട്ട് അതിൻ്റെ വില കണ്ട് നെട്ടിപ്പോയി. ഭഗവാൻ, 1 കിലോ ചക്കക്കുരുവിന് 525 രൂപ വരും തോന്നുന്നു. നാട്ടിലത്തെ റേറ്റ് 25 റിയാൽ. അതിപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് 20 റിയാൽ. കുറച്ച് പേരൊക്കെ വാങ്ങുന്നുണ്ടായി. പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അവൻ തന്നെ ഓരോ ലിസ്റ്റ് ഉണ്ടാവും, ജ്യൂസ് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് തന്നെ പകുതി സമയം പോവും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മിക്കവാറും 2 മണിക്കൂറോളം ആവും. ഞങ്ങളുടെ കൂടെ പിന്നെ മണിയേട്ടനുണ്ട്. മണിയേട്ടൻ എപ്പോഴും കണ്ണനായിട്ട് ഭയങ്കര കോമഡി ആയിരിക്കും. അവനിഷ്ടമാണ് മണിയേട്ടനെ. ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്, നെന്മാറിയ വീട്. ഇനി കണ്ണൻ്റെ ഏരിയയിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ എത്തിയ കണ്ണനെ പിന്നെ കിട്ടില്ല. കണ്ണൻ ഓടി ഓടി ഓടി. കണ്ണൻ തിരയണം ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറേ ഓരോന്നും കിടന്ന് നോക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുക്കറൊക്കെ നോക്കി. കുക്കറിൻ്റെ വില കെട്ടിയിട്ട് അവിടെ തന്നെ വെച്ചു. എനിക്കിങ്ങനെ വാങ്ങണമെന്നൊന്നുമില്ല, ഓരോന്നും കാണാനും എടുത്ത് നോക്കാനൊക്കെ സന്തോഷം. ലഞ്ച് ബോക്സിൻ്റെയും വാട്ടർ ബോട്ടിൻ്റെയും ഒക്കെ നിറയെ കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ എന്ത് ക്യൂട്ടാ, എന്ത് രസം. അയ്യോ, ഒന്നും കൂടി സ്കൂളിൽ പോകാൻ തോന്നുന്നു. കണ്ണൻ്റെ സ്ഥിരം ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ണൻ വിട്ടു. കണ്ണൻ അത് വേണം ഇത് വേണം എന്നിട്ടൊക്കെ വാരി വലിച്ചിങ്ങനെ എടുക്കും. പക്ഷെ ബില്ലടിക്കാതെ അവൻ ഒറ്റ സാധനം പൊട്ടിക്കില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഞങ്ങളെടുത്തത് മാറ്റും. ഇപ്പോൾ കണ്ണാടി വേണം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓരോ കണ്ണാടി വെച്ച് നോക്കണ്ട, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. കുറേ മേക്കപ്പ് സെറ്റിൻ്റെ കളക്ഷൻസ്. നാട്ടിലത്തെ എല്ലാ സാധനവും ഇവിടെ വാങ്ങാൻ കിട്ടും, പക്ഷെ അതിൻ്റെ വിലയാണ് താങ്ങാൻ പറ്റാത്തത്. ഇതെന്താ സാധനം? ഗ്രീൻ കുട്ടി ചട്ടികൾ പാത്രങ്ങൾ പലതരം പാത്രങ്ങൾ. ഇതെന്താ സാധനം? പുട്ടുമുട്ടി. ടി വി കാണലാണ് ഇവിടെ കണ്ണൻ്റെ പണി. ഇതെന്താ സംഭവം മറ്റും നോക്കി ഓടി വന്നു. സ്പീക്കർ ആഡിൻ്റെ സൗണ്ട് നല്ല തമിഴ് പാട്ട വെച്ചിരുന്നത്, കാരണം നല്ല കുത്ത്, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഒരു കള്ളിമുണ്ടൊക്കെ എടുത്തിട്ടാണ് ആഡ് ചെയ്യണത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കി. അങ്ങനെ ബൈ തിരിച്ച്